അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. അക്ഷരങ്ങളെ പരസ്പരം ലയിപ്പിച്ചുച്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം അവസാനമായി സൂചിപ്പിച്ചത്. ഒരേപോലെയുള്ള രണ്ടക്ഷരങ്ങളെ കൂട്ടി ലയിപ്പിക്കുക, അതാണ് ഇദ്ഗാം അൽ മുതമാസിലൈൻ എന്ന് പറയുന്നത്. ആദ്യ അക്ഷരത്തിന് സുക്കൂനും ശേഷമുള്ളത് ഹറക്കത്തുമാവുകയും സുക്കൂൻ നൽകപ്പെട്ട അക്ഷരത്തെ മുതഹറിക്കായ അക്ഷരത്തിൽ ലയിപ്പിക്കുകയും ചെയ്യുക. ഇതാകുന്നു അൽ ഇദ്ഗാം സഗീർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇദ്ഗാം മുതമാസിലൈൻ സഗീർ നാം മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ രണ്ടും ഹറക്കത്ത് നൽകപ്പെട്ടത് ലയിപ്പിക്കുന്നതിന് ഇദ്ഗാം കബീർ എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യവും നാം മനസ്സിലാക്കി. ശേഷം മുതഖാരിബൈൻ എന്ന വ്യത്യസ്തങ്ങളായ രണ്ടക്ഷരങ്ങൾ, രണ്ടെണ്ണം അടുത്തു വന്നവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തങ്ങളായ മഖ്റജാവുക, സിഫത്തിലും വ്യത്യസ്തങ്ങളാവുക, അതല്ലെങ്കിൽ മഖ്റജിൽ മാത്രം വേർപിരിയുക, സിഫത്തിൽ യോജിക്കുക, അല്ലെങ്കിൽ സിഫത്തിൽ വേർപിരിയുക. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ മഖ്റജിൽ നിന്നും വരുന്ന രണ്ടക്ഷരങ്ങൾക്കാണ് മുതഖാരിബൈൻ എന്ന് പറയുക. എന്നാൽ ഒരേ മഖ്റജിൽ നിന്നും വരുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങൾ, ദാല് പോലെ, പോലെയുള്ളവ, ഇതിന് അൽ മുതജാനിസൈൻ എന്ന് പറയുന്നു. ഇതും ഇദ്ഗാം സഗീർ കബീർ എന്നിങ്ങനെ വേർപിരിയുന്നു. ദാലും പോലെ, അതുപോലെ ദാലും താവും പോലെ, മാ അബത്തും എന്നൊക്കെ ഇദ്ഗാം ചെയ്യുന്നത് പോലെ. ഇതാകുന്നു ഇദ്ഗാം അൽ മുതജാനിസൈൻ. ഇത് 8 മസ്അലകളിലായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാത്തതെല്ലാം ഇൽഹാറാണ്. അതായത് മുതജാനിസൈൻ ആദ്യാക്ഷരത്തിന് സുക്കൂനും ശേഷം വരുന്നത് ഹറക്കത്തുമാകുന്നിടത്ത് അത് അടിസ്ഥാനപരമായി അതിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. ഫസ്ഫഹ് അൻഹും എന്ന് പറയുന്നത് പോലെ, ഫസ്ഫഹ് അൻഹും. അപ്പോൾ ഇങ്ങനെ ഇൽഹാർ ചെയ്യുകയാണ് 8 മസ്അലകളിൽ ഒഴികെ എന്ന് നാം ക്ലാസ്സിൽ സൂചിപ്പിച്ചു. അതിൽ 6 എണ്ണത്തിൽ നിർബന്ധമായും ഇദ്ഗാം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തേത് നാം പറയുകയുണ്ടായി, ബാവും ശേഷം മീമും വരുന്നത്. ബാവും ശേഷം മീമും. സൂറത്ത് ഹൂദ് 42-ാമത്തെ വചനത്തിൽ യാ ബുനയ്യ ഇർകം മഅന, ഇർകബ് മഅന എന്നതിനെ ഇർകം മഅന എന്ന് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതണം. രണ്ടാമത്തേത് സൂറത്തുൽ ആറാഫ് 189-ാമത്തെ വചനമാണ്. ഇവിടെ അസ്ഖലത്ത് എന്ന തായിനെ ദഅവ എന്ന ശേഷം വന്ന ദാലിൽ പൂർണ്ണമായും ഇദ്ഗാം ചെയ്യുന്നു. ഈ 2 എണ്ണം മാത്രമാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നാളെ പൂർത്തിയാക്കാം. അപ്പോൾ അൽ ഹർഫാൻ ഇല്ലദാൻ ഇത്തഫഖ മഖ്റജൻ വഖ്തലഫ സിഫതൻ, ഇതാകുന്നു മുതജാനിസാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഖ്റജിൽ യോജിക്കുന്നു, സിഫത്തിൽ വേർപിരിയുന്നു. അപ്പോൾ വ്യത്യസ്തങ്ങളായ 2 അക്ഷരങ്ങൾ, ഒരേ മഖ്റജിൽ നിന്നും വരുന്ന 2 വ്യത്യസ്ത അക്ഷരങ്ങളെയാണ് മുതജാനിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.